നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കേരള കലാവേദിയിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം. ഒപ്പം ആ സന്തോഷത്തിൽ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോ ചേട്ടാ ആൻഡ് പ്രജോ ചേട്ടാ. എപ്പടി ഉഷാറല്ലേ? ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് ആദ്യത്തെ സ്കിറ്റിന് ശേഷം വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ഷജീർ, വിഷ്ണു, കൂടെ ദീപ്തി. Zingolele mama, lele mama, zingolele mama, lele mama, zingolele mama, lele mama, zingolele mama, lele mama. വെണ്ണില പൊട്ടു തൊട്ട പെൺകിടാവ് എന്നെ നീ തേടി വന്നതെന്തിനാണ്? പുള്ളിമാൻ തുള്ളി വന്ന കാട്ടിലൂടെ നിന്നെ കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ പഞ്ചാരയായി വന്നു കെഞ്ചാടി. നീ ആരാണ്? ഞാൻ കീർത്തി. ഈ ഡാൻസ് കളിച്ച് കരച്ചിട്ടുണ്ടല്ലോ, ഞാൻ പാട്ടിന്റെ വരി മറന്നുപോയി. അല്ല, നിന്റെ പേര് മറന്നുപോയെന്ന്. ഞാൻ കീർത്തി. കീർത്തി 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 ഇനി മറക്കൂലട്ടാ. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പിന്നെ ഇന്ന് പാർട്ടി സമ്മേളനല്ലേ? പാർട്ടി സമ്മേളന അതല്ലേ എന്നോട് ചുമന്ന സാരി കൊടുത്തിട്ട് വരാൻ പറഞ്ഞ? എടി അതല്ലെന്ന്, ഇന്ന് നമ്മുടെ ദിവസമാണ്. ഓ, ഞാനിന്ന് കോലത്തും കൂടി കലണ്ടറിൽ നോക്കിയാ നമ്മുടെ സ്വന്തം ഒരു ദിവസം കലണ്ടറിൽ ഇല്ല. എടി അതല്ലടി പറഞ്ഞത്, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, പ്രണയിക്കുന്ന ആൾക്കാരുടെ ദിവസം. നമ്മള് പ്രേമിക്കല്ലേ? ആണാന്നാ അല്ലേന്നാ? എടി നമ്മള് പ്രേമിക്കാണ്. ആണല്ലേ? ഇന്നലെ എന്റെ കൂട്ടുകാരി സന്ധ്യക്കും കൂടി എന്നോട് ചോദിച്ചതാണ്, എടി എന്തിനാടി ആ ചേട്ടൻ നിനക്ക് പഴംപൊരിയും പരിപ്പോടയും ചായയൊക്കെ മേടിച്ചത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തലക്കോളം തല്ലിയിട്ടാണ്. തലക്കോളം തല്ലിട്ടാ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. പറയാൻ ഞാൻ എത്ര തവണ വാതുറന്ന് പറഞ്ഞു. അത് തിന്നണേന്റെ ഇടയിൽ എനിക്ക് ചെവി കേൾക്കൂല. പിന്നെ ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഈ ഹോട്ടലിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നതിൽ ഒരു ഉദ്ദേശമുണ്ട് മോളെ. അയ്യടെ മനമേ തീപ്പെട്ടി കോലെ. ആ ഉദ്ദേശം ആ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, നിനക്ക് വയർ നിറച്ച് ഫുഡ് മേടിച്ചു തരാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അമ്പടാ, കഴിക്കുന്നതിന് മുമ്പ് ഇന്നാ നിനക്ക് എന്റെ പ്രണയ സമ്മാനം. ഇതെന്താടി ഈ പൂവില്ലാത്ത വാട്ടമുള്ള നിന്റെ മുഖത്തുള്ളത്? എനിക്ക് വേണ്ടി എന്റെ കിഷോർ ഇത്രയൊക്കെ ചെയ്യുമ്പോ എന്റെ കയ്യിൽ തിരിച്ചു തരാനൊന്നും. എന്തിനാടി നീ തരണത്? നീ എനിക്ക് എന്റെ കരള് തരണണ്ടല്ലോ. നീ ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ ഡയലോഗ് പറഞ്ഞ പോക്കറ്റിന് കൈയെടുത്ത. എടി, നീ എനിക്ക് എന്റെ ഹൃദയം തരണ്ടല്ലോ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരിക്കൽ നല്ല ഒന്നാന്തരം ജോലിയിലാണ്. ഞാൻ MD അടുത്ത് കള്ളം പറഞ്ഞ് ലീവ് എടുത്തോന്നതേ നിന്നെ കാണാൻ വേണ്ടിട്ടാ. ഒരുപാട് പെണ്ണുങ്ങൾ എനിക്ക് വേണമെങ്കിൽ സ്നേഹിക്കാം, പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രണയിച്ചത് നിന്നെയാണ്. നീ എന്റെ അടുത്ത് ഇങ്ങനൊന്നും പറയല്ലേ കേട്ടോ. ലോറി രമേശ് ആരടി? അയ്യോ, അത് ഞാൻ വായിക്കണ കഥയിലെ നായകനാണ്. സോറി കിഷോർ. ഇറ്റ്സ് ഓക്കേ. അതെ, അവിടെ വന്നിരി. ലോറി രമേശും ഒരു കിഷോർ. എന്താ കാര്യം? എന്റെ കേക്ക് കട്ടെടുക്കാമെന്നല്ലേ കള്ള? കേക്ക് കട്ടെടുക്കാമെന്നാ? നീ കേക്ക് എടുക്കേണ്ടി വന്നാണോ? ഞാൻ കരുതി ഇങ്ങനെ വന്നിട്ട് എന്റെ കയ്യെ പിടിച്ച് മുമ്പോക്കി വേണ്ടി വന്നാണെന്ന്. ആ കേക്ക് എടുത്ത് കഴിക്കി. ഇത് കൊള്ളൂല. അതിന് തിന്നില്ല, പിന്നെ എങ്ങനെ കൊള്ളൂലെന്ന് പറഞ്ഞത്? അതല്ലേ, ഇത് മുഴുവനും കൂടെ എന്റെ വായിൽ കൊള്ളൂലാന്ന്. അത് ശരി. അതെ, പതുക്കെ തിന്നാ മതി. ധൃതിണ്ടാ? എവിടെ പോയിട്ട് ധൃതിണ്ടാ? അപ്പൊ പതുക്കെ തിന്നാ പോരെ. തേക്കോ? ഇതെന്നെ കാണിച്ചത്? അതല്ലെന്ന്, നീ എന്നെ തേക്കോന്ന്. എന്റെ കിഷോറിനെ ഞാനല്ലാണ്ട് പിന്നെ ആര് തേക്കാനാണ്? അപ്പൊ തേപ്പിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ ഇന്ന് ഇവിടെ ഞാൻ നിനക്ക് വേറെ കുറെ സർപ്രൈസ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് മോളെ. സർപ്രൈസ്? അതായത് കുറച്ച് കഴിയുമ്പോ ഈ ഹോട്ടലിലെ ലൈറ്റ് ഒക്കെ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്യും. ആ സമയത്ത് ഞാൻ ഇവിടെ മെഴുകുതി കത്തിക്കും. അങ്ങനെ കത്തി എരിയുന്ന മെഴുകുതിയുടെ നടുക്കിരുന്ന് നമ്മൾ തിന്നും. കൊള്ളൂലെന്നാ? അതല്ല പറഞ്ഞത്. ഈ മെഴുകുതിരി വെട്ടുണ്ടല്ലോ, ഈ മെഴുകുതിരി വെട്ടത്തിരുന്ന് നമ്മൾ ഡിന്നർ കഴിക്കൂന്ന്. അയ്യോ, ടിന്നറൊന്നും
കുടിക്കല്ലേ ചത്തുപോകും. ഡിന്നറല്ലെന്ന്, ഡിന്നർ അത്താഴം കഴിക്കുന്നാണ് പറഞ്ഞത്. ആ അങ്ങനെ മെഴുകുതിരി വെട്ടത്തിന് നടുക്കിരുന്ന് നീ ഞാനും കൂടി അത്താഴം കഴിക്കുമ്പോ നിനക്ക് എന്നോട് ഇതൊക്കെ തോന്നുകയല്ലേ? എനിക്കെന്ത് തോന്നാൻ? എല്ലാ ദിവസവും മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിരുന്നിട്ട് പഴങ്കഞ്ഞി ബ്ലാക്കം കുടിക്കുന്ന എനിക്ക് എന്ത് തോന്നാനാണ്? എന്തുവാ ശരി ബ്ലാക്ക് ബ്ലാക്ക് എന്നൊക്കെ? അത് പഴങ്കഞ്ഞി എന്റെ വാരിക്ക് എന്നിട്ട് ഇങ്ങനെ അങ്ങനെ പോയതാണ്. അയ്യോ എന്തൊരു കഷ്ടമെന്ന് പറ. തലവേദനയുണ്ടാ? എന്ത് പ്ലാൻ വേണോ? പ്ലാമാ? അതല്ല പ്ലങ്ക് കണ്ടോ വായില് കൂത്തി വന്നിട്ട് വെള്ളം വന്നിട്ട്. അവിടെ ഇരുന്നിട്ടൊക്കെ കഴിക്കട്ടാ. ഞാൻ മുഖം കഴുകിട്ട് വരാം. അവിടെ ഇരുന്ന് കഴിക്കും. ചേടാ ഇതെന്താണത്? ഒരു മുട്ടക്ക് വെള്ളപ്പം ചോദിച്ചിട്ട് എത്ര നേരമാണ്? ഒരു കട്ടൻ നേരം ഇവിടെ ആരുമില്ലേ? എന്താണ് എന്താ എത്ര നേരം ചോദിച്ചിട്ട് ഉമ്മാര് തന്നില്ലല്ലോ. നിന്റെ നാട്ടിലെ കുട്ടമ്മച്ചാന്റെ തട്ടുകടല്ലത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ഒരു മുട്ട പപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടാൻ 20 മിനിറ്റ് പിടിക്കാമോ? അതിന്റെ പൊടി തട്ടിക്കളെ 1 മണിക്കൂർ പിടിക്കും. അത് വിട്. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടാ. നാണം കെടുത്തരുത്. സ്റ്റാൻഡേർഡ്. 5 സ്റ്റാർ ഹോട്ടലാന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാറും ഇല്ലല്ലോ ക്രിസ്മസ് ആയിട്ട്. ചിന്തക്കടയാണ് മുന്നോ. അതെ 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 കേടി കമ്പനിയുടെ മുതലാളി MD കണ്ണഞ്ചിയാണ് സംസാരിക്കുന്നത്. കാളാഞ്ചി അല്ല, കണ്ണഞ്ചി. യെസ് നോ 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 യെസ് നോ സ്നോ നോയോ സോറി, ഞാൻ ഇവിടെ പറഞ്ഞതാ. കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, അതുകൊണ്ടാ. നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു, അതുകൊണ്ടാ. പറയൂ. ഞാനെന്താ പറയുന്നത്? കൊള്ളാം. താങ്ക് യു. അതുകൊണ്ട് ഇന്ന് മുംബൈയിലേക്ക് പോകുമ്പോ ഞാൻ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഡൽഹിയിൽ കയറ്റുമതി ചെയ്യും. പിന്നെ പിന്നെ വിഷമിക്കണ്ട. മാർവാടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ OLX ഇട്ട് ഞാൻ അങ്ങ് വിൽക്കും. കാണാൻ ഇച്ചിരി പഴമയൊക്കെ ഉണ്ടെങ്കിലും നമുക്കുള്ള ചില്ലറയൊക്കെ മതിയേ. എങ്ങനെയാണ് അഭിപ്രായം? പറ. ഒരു മിനിറ്റ്, ആംബുലൻസ് പോകുന്നു, പറത്തിച്ചോട്ടെ. എന്താണ് അയാളാ? അവൻ അഭിപ്രായം ഞാൻ കൊടുത്തേക്കാട്ടാ. എടത്തെണ്ടി നീ എന്റെ പെണ്ണിനോ. ഗുഡ് മോർണിംഗ് സാർ. ബാഡ് മോർണിംഗ്. ഇതാണ് എന്റെ കമ്പനിയിലെ MD. ഇങ്ങനെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന് മിണ്ടാണ്ടിരി. നീന്താ അവിടെ? അത് ഇവിടെ അല്ല, സ്വിമ്മിംഗ് പൂൾ അപ്പുറത്താണ്. സ്വിമ്മിംഗ് പൂളോ? നീന്തട ഇവിടെ എന്ന് പറഞ്ഞു. നീ എന്ത് പറഞ്ഞാടാ പുതിയ എടുത്തത്? അമ്മൂമ്മ മരിച്ചൊന്നും പറഞ്ഞു. സാറെന്താണ് ഇവിടെ? അല്ല, ഞാനൊരു മരിപ്പിന് വന്നതാ. ആരുടെ മരിപ്പ്? നിന്റെ അമ്പൂമ്മയുടെ. പോണില്ലേ? പോണില്ല, ബോഡി വരട്ടെ എന്നിട്ട് പോവാം. അല്ല, കുളിപ്പിക്കാൻ കൊണ്ടേക്കാണ്. സാരമില്ല, വരട്ടടാ. കുളിപ്പിച്ച് കർമ്മങ്ങളാ ഞാൻ ചെയ്ത് അവര് പുനർജനിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഓരോരോ കള്ളം പറഞ്ഞിട്ട് വന്നിട്ടേ. മിസ്റ്റർ എന്ത് മിച്ചറല്ല, മിസ്റ്റർ എന്ന് പറഞ്ഞാണ്. നീ മിണ്ടാണ്ടിരിക്കും. സാറ് പറ. സർവർ അല്ല, സാറ് പറയാൻ. ഓരോരോ കള്ളം പറഞ്ഞ് എന്റെ അടുത്ത് പോയിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളുമായിട്ട് കറങ്ങി നടക്കും. അല്ലടാ നീ? ആരാന്ന്? കിഷോർ വർമ്മ. യവനാ? മണി കണ്ടോ? മണി കണ്ടോ? മണി കണ്ടോ? 2 മണിയായി. 2 മണി. ഒരു മിനിറ്റ് ചോദിക്കട്ടെ സാറേ, ഞാൻ ഇവളും കൂടി ഒന്ന് പാർക്കിൽ പോയിക്കോട്ടെ. ലീവ് വരാൻ പറ്റുമോ? നീ എങ്ങും പോണ്ട. ഈ പെണ്ണ് ഏതാടാ? പെങ്ങളൂട്ടിയാ? പെങ്ങളോട്ട് ഊട്ടിയിലോ അമേരിക്കയിലോ കൊടൈക്കലോ അല്ലേ എവിടെയായാലും പൊട്ടി. ഈ പെണ്ണ് ഏതാന്ന് പറയടാ. എന്റെ പെങ്ങളാ. കിഷോർ, ഞാൻ നിങ്ങളുടെ കാമുകയാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലല്ലേ? ഇങ്ങോട്ട് മാറിക്കേ. അതെ, ഞങ്ങ അങ്ങാട്ടും ഇങ്ങാട്ടും പ്രേമോട്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായല്ലോ? പറ. ഞങ്ങ അങ്ങാട്ടും ഇങ്ങാട്ടും പ്രേമോട്. നിങ്ങൾക്ക് എന്താണ്? അങ്ങാട്ടും ഇങ്ങാട്ടും വാ. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമത്തിലാണ്. നിങ്ങൾക്ക് എന്താണ്? അതാണ് അവള് പറഞ്ഞത്. എന്ത് ഭാഷയാണത്? അതെ, ഞങ്ങ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങളാണ് അങ്ങനെയൊക്കെ പറയണത്. അത് പറ, അതുകൊണ്ടായിരിക്കും. പറഞ്ഞേ. എടാ, ഞാൻ അങ്ങാട്ടൊരു മെയിൽ അയച്ചില്ലേ? ഇനി നിങ്ങൾ ഇങ്ങോട്ടൊരു മെയിൽ അയക്കി. 2 മിനിറ്റ് വന്നില്ല. അതിനു മുമ്പ് സാറ് ഇവളുടെ റൂട്ടിലേക്ക് വന്ന്. എടാ, നീ ഒരൊറ്റ എഴുത്തം കാരണം മേലുദ്യോഗസ്ഥന്മാരുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത്രക്ക് ടഫ് ചോദ്യമാണ് അവര് ചോദിക്കണ. അല്ല, ഉത്തരം മുട്ടിന്ന് പറഞ്ഞേ. നീ ഇതിനെ ലേലം വിളിച്ച് വല്ല എടുത്താ? കോമാളി തന്നെ തന്നെ വിളിച്ചാ എന്നെ കോട്ടിട്ട കോമാളി. MD ആണ്. യാണെങ്കിൽ എനിക്കെന്താ? നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. സാറെന്തിനാ ഈ കോട്ട കൂരി കളണത്? കോട്ടിട്ട ഇവളുടെ നിലവാരത്തിനൊത്ത് വരാൻ പറ്റിയല്ല. ഇനി കുഴപ്പമില്ല. സാറേ, ഞാൻ നാളെ വന്ന് കമ്പനി ജോയിൻ ചെയ്തോളാം. നീ ജോയിൻ ചെയ്യണ്ട. എടാ, നീ ഒറ്റ ഒരുത്തം കാരണം അമേരിക്കൻ കമ്പനി വരെ പൂട്ടിപ്പോയി. എന്തിന് അമേരിക്ക, കാനഡ, ജർമ്മനി, നാഗാലാൻഡ്, വീഗാലാൻഡ്, എന്തിന് കേരളത്തിലെ കമ്പനി വരെ നീ കാരണം തള്ള. തള്ളാണോ തള്ളി മറിക്കണം? തള്ള? ആര് തള്ളിയത്?
പാടാടുന്നേ. അത് സാറേ ഒരു പരിപ്പുയുടെ ബലത്തിൽ ഞാൻ വീഴ്ത്തിയ പെണ്ണാണിത്. പരിപ്പുവടയുടെ ബലത്തിലൊക്കെ ഇത് നിൽക്കൂടാ. ഒരു അവകാശം കൂടി പഞ്ചാരട്ടി വെച്ചിട്ട് ആരാടെ ഒന്നും തരാത്തത്. പരിപ്പുവടയുടെ ബലത്തിൽ നിൽക്കും. ഇത് നിൽക്കൂ. സാറേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാളെ വന്ന് ജോയിൻ ചെയ്തോളാം സാറേ. എന്റെ പ്രാരാബ്ദങ്ങൾ അറിയാലോ സാറേ. വേണ്ട, നീ ജോയിൻ ചെയ്യണ്ട. ജോയിൻ ചെയ്യണ്ടതാ? ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞേട്ടെ എന്നെ ജോലിന്ന് പിരിച്ചു വിട്ടെന്ന്. ഇയാക്കടെ ജോലി പോണെങ്കിൽ അങ്ങനെ പോട്ടെന്ന്. അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോട്ടെന്നാ. ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. പറ. എന്റെ കിഷോർ ഇഷ്ടപ്പെട്ട മറ്റേ ജോലിയില്ലേ, ISRO ഒരു റോക്കറ്റ് വിടണ പണി. നമുക്ക് അതിന് പോകാൻ ഞാൻ വരച്ചുവിട്ട് എത്തിച്ചേരാ. എന്ത് ജോലി? ISRO ഒരു റോക്കറ്റ് വിടണ പണി. യമനോ? ഇതാരും ഇല്ലല്ലോ ഇവിടെ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇന്നലെ ആകാശത്തൂടെ ഒരു റോക്കറ്റ് പോയപ്പം ദേ സാറേ പുക തൂർന്ന കിളി പോന്നെന്ന് പറഞ്ഞവനാണ് ഈ നിൽക്കുന്നവൻ. ഇവൻ ISRO സാറേ ഇവളങ്ങനെ പലതും പറയും. ISRO ജോലി വേണ്ട, നമ്മുടെ കമ്പനിയിൽ ജോലി മതിരിക്കും. തരൂലെന്നോ? എടാ, ഒരു മനുഷ്യ ശരീരത്തിന് പറ്റുന്ന ജോലിക്കാ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ജോലിക്ക് നീ പറ്റിയവനല്ല. അല്ല, ഇയാളെ മറ്റേ കോട്ട സൂട്ടും വലിച്ചേറ്റിപ്പുണ്ടല്ലോ ഇവിടെ. സാറേ എന്റെ കാമുകിയുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കല്ലേ. എടാ, എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത് അവളോട് പറഞ്ഞു മനസ്സിലാക്കണം. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോണത്? എന്റെ കിഷോറെ ഇത്ര നേരിട്ടും മനസ്സിലായില്ലേ? ഇത്ര സുന്ദരിയായ എന്നെ കിഷോറിന് കിട്ടിയില്ലേ? അതിന്റെ കുശുംബാണിയാക്കി. കുശുംബ മോറ കുശുംബ. സയ്യാവേ സയ്യാവേ സയ്യാവേ. എനിക്കെന്ത് കുശുമ്പ്? ഞാൻ പെണ്ണൊക്കെ കെട്ടി നല്ല അന്തസ്സായിട്ട് ജീവിച്ച ഒരു മനുഷ്യരല്ലായിരുന്നു. അതിന് സാറ് ഡിവോഴ്സ് ചെയ്തില്ലേ? ഞാൻ ഡിവോഴ്സ് ചെയ്ത്. എന്ത് കാര്യത്തിനാണ് സാറ് ഡിവോഴ്സ് ചെയ്തത്? എന്ത് കാര്യത്തിനാണ്? ഞാൻ ഒരു നമ്പർ പറയാം, അത് ഡയൽ ചെയ്തേ. പറ. 86 86 91 91 16 13 16. ഇത് മേഡത്തിന്റെ നമ്പർ അല്ലേ? ഇന്നലെ ഫോൺ എടുത്ത നിന്റെ വരെ അവളുടെ നമ്പർ. പിന്നെ ഞാൻ എങ്ങനെ അവളെ ഡൈവേഴ്സ് ചെയ്തിരിക്കൂടാ? പിന്നെ കണ്ട കള്ളനാണ്. കിഷോറിന്റെ കയ്യില് ഒറ്റ പെണ്ണുങ്ങളുടെ നമ്പറിലെന്നിട്ട് ഇതിപ്പോ കണ്ട. അറിയില്ല, എന്റെ ഭാര്യയുടെ നമ്പർ അല്ലേ? അതൊക്കെ പെണ്ണല്ലേ? ഇയാളത് പോണോ? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റല്ല. വാച്ചല്ലോന്നോ? തോറ്റല്ലാന്ന് ആരാടാ 5 സ്റ്റാർ ഹോട്ടലിൽ മാടത്തന്നെ വളർത്തുന്നത്? അവള് വരണതാ. കീർത്തി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കീർത്തി. കീർത്തിക്ക് അറിയാലോ, ഇനി ഒന്ന് തീർന്നു നോക്കുമോ? അയ്യേ പക്സ്. കരയാൻ വേണ്ടി കുനിഞ്ഞല്ലായിരുന്നു, തിന്നാൻ വേണ്ടി കുനിഞ്ഞായിരുന്നു. അയ്യോ അയ്യോ, ഇറക്കാൻ പറ്റുള്ള പതുക്കെ ഇറക്കിയാ മതി കേട്ടോ, പതുക്കെ ഇറക്കിയാ മതി. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? കീർത്തി. ആർത്തി. ആർത്തി, അത് മതി. അതാ ചേരുന്ന പേര്. എനിക്കില്ലേ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അപ്പ വിശക്കും. അപ്പൊ വിശക്കണ്ടാ ആ കാട്ടിയെ അതിന് തിന്നൊരു അക്ഷരം ഞാൻ തിന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്റെ ജോലിയുടെ കാര്യം തീരുമാനം ഉണ്ടാക്കണം ഞാൻ. സാറേ ഞാൻ ആറ്റിനോറ്റ് കഷ്ടപ്പെട്ട് കണ്ടെത്തിയ പെണ്ണാണ്. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് കിട്ടിയ പെണ്ണത്. അത് കാണുമ്പോഴേ മനസ്സിലാക്കും ഒരുപാട് തെണ്ടി നടന്നിട്ട് കിട്ടിയ പെണ്ണാണ്. അങ്ങനെയല്ലെന്ന്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോ കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഈ ജോലി ഇല്ലാന്നുണ്ടെങ്കിലല്ല ഞങ്ങൾ പട്ടിണി കിടന്ന് ചാവും സാർ. അതുകൊണ്ട് ആ ജോലി താ. ഞങ്ങൾ ഓഫീസിലെ സ്റ്റാഫുകളുടെ കൺകണ്ട ദൈവമാണ് സാറ്. ബിസിനസ് മാഗ്നറ്റ് ആണ് സാറ്. ഞങ്ങൾ ഓഫീസ് തൊഴിലാളികളെ വയറ്റത്തടിക്കാത്ത സാറാണ് സാറേ സാറ്. ഞാൻ നേരത്തെ പിരിച്ചുവിടുന്ന വിശ്വസിച്ചോ? വിശ്വസിച്ചായിരുന്നു. ചുമ്മാ പറഞ്ഞാന്നേ. പിന്നല്ലേ നീ വെളുക്കണ കേട്ടോ. നീ ജോലിക്ക് കയറിക്കോ. നാളെ വരട്ടെ. നാളെ വരണ്ടോ? നിങ്ങളിപ്പോ സെറ്റ് ആയതല്ലേ ഉള്ളൂ. 2 ദിവസമൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ജോലിക്ക് കയറിയാൽ മതി. എനിക്ക് തന്നെ ഭയങ്കര യു ആർ ഇന്റലിജന്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ എന്തിനാണ് നീ എന്തിനാണ് സാറിന് ഇപ്പൊ തല്ലിയത്? അത് തല്ലിയതല്ല, തോളി തട്ടിട്ട് യു ആർ ബ്രില്യന്റ് എന്ന് പറഞ്ഞാണ്. പിന്നെ ജോലി അയാൾക്ക് ജോലി തിരിച്ചു തന്നടി. ആ സമയത്താണ് ഞാൻ തല്ലിയത്. മാറിക്ക നീ. സോറി സാറേ സാറേ. അമ്മേ അമ്മേ അമ്പേ അമ്മേ. എനിക്ക് അമ്മയെ കാണണം. അമ്മയെ കാണുന്ന ഞാൻ അങ്ങാട്ട് ചെന്നില്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരും. ഇതെന്തൊക്കെയാണ് സാറേ? സാറേ മണികണ്ടല്ലേ? മണികണ്ഠൻ പിടിച്ച മണികണ്ട. എന്താണ് മണികണ്ട? ആകപ്പാട് ഒരു പുകമയം മണികണ്ട. സാറേ ഇവളൊരു വെളിവില്ലാത്ത പെണ്ണാണ്. ഇവളെന്തെങ്കിലും ചെയ്തെന്ന് കരുതി സാറിനൊന്നും തോന്നല്ലേ കേട്ടാ? എന്ത് തോന്നാൻ? എന്നെ സസ്പെൻഡ് ചെയ്യല്ലേ? സസ്പെൻഡ് ചെയ്യാൻ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ ഡിസ്മിസ് ചെയ്തേക്കുന്നു. സാർ അപ്പന്റെ ജോലി ജോലി പോട്ടെ. നീ മറ്റേ റോക്കറ്റ് വിടാൻ പോയച്ചാ മതി. റോക്കറ്റ് വിടാനാ? ISRO. എടി നീ ഇത് പറഞ്ഞേട്ടാ എന്നോട് റോക്കറ്റ് വിടാൻ പോവാൻ. എന്റെ ദൈവമേ, ഇവളെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവൻ ഞാൻ മൂട്ടി തീ പിടിച്ച് നടക്കേണ്ടി വരുമല്ലോ. യു ആർ റൈറ്റ്. നിങ്ങ വെറുതെ ഇരിക്കാതെ കൈയടിക്ക്. അടിപൊളി, നല്ല ഉഗ്ര കൈയടി. നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്ക്രിപ്റ്റ്, 3 പേരും ഭംഗിയായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് ദീപ്തി
ദീപ്തി നീ ഗംഭീരമായി കേട്ടോ. സ്കിറ്റ് നല്ല വൃത്തിയുള്ള ഒരു സ്കിറ്റ് കേട്ടോ. കാര്യം നമുക്ക് ആ മയറൊന്നുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ. അതേപോലെ വിഷ്ണു, ഞാൻ ഒരുപാട് എപ്പിസോഡ് ഇപ്പം നിൻ്റെ ഈ വേദിയിൽ തന്നെ കണ്ട ഒരാളാണ്. പക്ഷേ എനിക്ക് ഇന്നാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. കാര്യം ആവശ്യത്തിനുള്ളതേ ചെയ്തുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്തില്ല. അതും നന്നായിട്ടുണ്ട്. പിന്നെ പക്ഷേ നിൻ്റെ സജീറിൻ്റെ കാര്യം അറിയാമല്ലോ, വന്നപ്പോൾ തൊട്ടേ നീ ആ ഒറ്റ മീറ്ററിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ആ ഒരു റേഞ്ച് ഒരു കളിയാണ്, ഇങ്ങനെ ഇച്ചിരി വെപ്രാളമുള്ളൊരു കളി. എന്തായാലും നന്നായിരുന്നു, നല്ല രസമായിരുന്നു. ബാക്കി വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ഷാജോൺ ചോദിക്കും. നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ? നല്ല സ്കിറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആദ്യം മുതൽ നല്ലൊരു പഞ്ചിലങ്ങ് പോയിട്ട് അടിപൊളിയായിട്ട് നല്ല നല്ല തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ സ്കിറ്റ് കൊണ്ടുപോയത് ദീപ്തിയാണ്. ആഹാ, മോളെ പൊളിയായിരുന്നു കേട്ടോ. ദീപ്തിനെ കുറേ നാളുകളായിട്ട് നസീർക്ക് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ മിമിക്രി അസോസിയേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെമ്പറാണ് ദീപ്തി. ദീപ്തിക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരാളാണ് ദീപ്തി കേട്ടോ. കാര്യം എന്താണ്, ഇപ്പം സിനിമയിലും ഒക്കെ ഒരുപാട് പേര് പറയുന്നതാണ് തമാശകൾ ചെയ്യാൻ പെൺകുട്ടികളില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളെ കിട്ടാനില്ല എന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരോടൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ദീപ്തിയുണ്ട്, ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ, എന്ത് ക്യാരക്ടർ കൊടുത്താലും ഗംഭീരമായിട്ട് ചെയ്യുന്ന ഉറപ്പായിട്ട് പറയാൻ ദീപ്തി. ഒപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിരുന്നു. ഈ പറയുന്ന പോലെ വിഷ്ണു വളരെ മനോഹരമായിരുന്നു. ഒരൊറ്റ അഭിപ്രായമുള്ള എനിക്ക് ആ സ്നോ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഫസ്റ്റിലത്തെ സ്നോ അത് വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കാമായിരുന്നു തോന്നുന്നു. കാര്യം അത് നമ്മൾ കുറേ കേട്ടതാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഷജീർ ആസ് യൂഷ്വൽ നന്നായി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. ദീപ്തിയുടെ ഹസ്ബൻഡിനെ കുറിച്ചൊന്ന് പറയാം. ഹസ്ബൻഡിനെ എനിക്കറിയാം. ഹസ്ബൻഡ് പ്രതീഷ് ഡാൻസ് മാസ്റ്റർ ആണ്. മോൻ അർജുൻ കൃഷ്ണ. എത്രല്ല പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നല്ല സുഖമായിട്ടിരിക്കുന്നു. മോളുണ്ട് ആദിത്യ ലക്ഷ്മി. 3ാം ക്ലാസ്സിൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും ഡാൻസേഴ്സ് ആണ്. അടിപൊളി. ദീപ്തി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളല്ലേ? ദീപ്തി നന്നായിട്ട് ഡാൻസ് ചെയ്ത്. ഞാൻ കലാഭവനിൽ ടീച്ചറായിരുന്നു. ടീച്ചർ അവിടെ അതാണ് ആശാശരത്തിന്റെ സ്കൂളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷമുള്ള, ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. സ്കിറ്റ് പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു രസമായിരുന്നു കണ്ടിരിക്കാൻ. ഇനിയും ഒരുപാട് പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ പറഞ്ഞു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. പ്രചോദേട്ടാ? ജീവൻ, നമ്മൾ ചില ആർട്ടിസ്റ്റുകൾ പറയും എടുത്തിട്ട 4 കാലം നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ. അങ്ങനെ 4 കാലം നിൽക്കുന്ന 3 ആർട്ടിസ്റ്റുകളാണ് ഇവിടെ പൊളിച്ചടിക്കുന്നത്. ഗംഭീരമാണ്. അത് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ലീഡ് ചെയ്ത് കളിച്ചൊരു സ്കിറ്റ് ഇത്രയും നേരം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് കണ്ടതിൽ ദീപ്തി അടിപൊളിയായിരുന്നു. എനിക്ക് ഞാൻ ഈ ഷജീറും വിഷ്ണുവിനൊക്കെ അത്രയും അറിയാൻ പറ്റുമെന്ന് അറിയില്ല. കാര്യം നമ്മൾ നേരത്തെ തൊട്ടേ ദീപ്തി അറിയാവുന്ന. എന്റെ തുടക്കം പ്രചോദന്റെ ഭാര്യയായിട്ടായിരുന്നു അഭിനയിച്ചു തുടങ്ങിയത്. അതെ. ആ ഒരു കുറവേ ഉള്ളൂ. ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്ര ഒന്നും പുകഴ്ത്തത്തില്ല. ആദ്യം പറയണ്ടേ? അല്ല, വേറെ ഈ കാര്യം വെച്ചാൽ ഈ ദീപ്തിയുടെ ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് നമുക്കിടയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് വിഷമങ്ങളുള്ള ആളാണ്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും ഈ ദീപ്തി എപ്പോഴും ഈ വിഷമം പറച്ചിലേ ഉള്ളൂ. പക്ഷേ പിന്നീടാണ് അറിഞ്ഞ റിയലായിട്ട് ഓരോ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ പോലും അതിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇമോഷണൽ. ദീപ്തി ഭയങ്കരമായ ഫാമിലിയിൽ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാമിലി പ്രശ്നം, ആരോഗ്യ പ്രശ്നക്കാരെ എടുത്ത് പറയുന്നത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആർക്കും. അതുപോലെ ഇന്നലെ തന്നെ മകൻ എന്തോ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞല്ലേ? രാത്രി മുഴുവൻ സൈക്കിൾ മേലൊരു വണ്ടി വന്ന് ഇടിച്ചിട്ടിട്ട് പോയി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായി. കഴിഞ്ഞ പ്രാവശ്യം സ്കിറ്റ് കളിക്കാൻ വന്നപ്പോ അമ്മ ICUവിൽ സീരിയസ് ആയിട്ട് കിടക്കണായിരുന്നു. ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഓടി വന്നത്. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞ അത്തരത്തിൽ അമ്മയും എല്ലാം ഓക്കെ ആയോ? മോനും ഒക്കെ? അമ്മക്ക് ആന്റിയോഗ്രാം ചെയ്തപ്പോ വലിയ ബ്ലോക്കാണ്. അമ്മ 4 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ആണ്. അപ്പം ഓപ്പൺ സർജറി വേണമെന്ന് പറഞ്ഞു. അമ്മയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അത് ഭയങ്കര റിസ്ക് ആണ്. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ദീപ്തിക്കും മേലാഴിക ഉണ്ടല്ലേ? ദീപ്തിക്കും ഇന്നലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സ്കിറ്റ് പ്രാക്ടീസ് ചെയ്തപ്പോ. അത് ഈ പോളിസിസ്റ്റിക് കിഡ്നി ഉള്ളവർക്ക് ചിലപ്പോൾ ഹൈ പ്രഷർ വരും, ചിലപ്പോൾ പ്രഷർ ലോ ആയിപ്പോ. അപ്പൊ ഇന്നലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ എനിക്ക് നാക്ക് തിരിയാതെ വന്നു. നമ്മൾ ഇത്രയും വീട്ടിൽ നിന്ന് ഈ ഒരു ഇതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഓടി വരുമ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ അങ്ങോട്ട് പോകും. അതാണ്. അല്ല, അത്രയും സങ്കടത്തിനിടയ്ക്കും വിഷമത്തിനിടയ്ക്കും നിന്ന് ആൾക്കാരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞ ദീപ്തി ഒരു ആർട്ടിസ്റ്റിനത് പറ്റും. ദീപ്തി അത് ഒരു കുറവും വരുത്താതെ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഷജീറെ വിഷ്ണുവൊക്കെ നസീർക്ക പറഞ്ഞ പോലെ വിഷ്ണുവൊക്കെ ആദ്യം വന്ന ആളെ അല്ല. വിഷ്ണുവൊക്കെ ഇപ്പോൾ പേടി എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് വിഷ്ണുവൊക്കെ അങ്ങ് ആറാടുകയാണ്. ഷജീറും ഗംഭീരമായിരുന്നു. നിങ്ങളുടെ 3 പേരുടെ സ്കിറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സംഭവം വെച്ചാൽ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ കൗണ്ടറുകളിലല്ല, നിങ്ങളുടെ പ്ലേ ഭയങ്കരമായിരുന്നു, കണ്ടിരിക്കാൻ തോന്നും. ആ ഒരു ഗുണം ഇനിയും അടുത്ത സ്കിറ്റുകൾ ഉണ്ടാകട്ടെ. 3 പേരും നല്ല ടീമായിട്ട് തന്നെ മുമ്പോട്ട്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു പ്രചോദേട്ടാ. ഈ സ്കിറ്റിന്റെ മാർക്ക് ഷാജൻ ചേട്ടാ? ഞാൻ ഇവർക്കൊരു 13,000 രൂപ കൊടുക്കും. 13,000 രൂപ. പ്രചോദേട്ടാ? ഞാനൊരു 15,000 രൂപ. അത് കൊള്ളാം. 27,000
8000 രൂപ. അസീർക്ക ബാക്കി ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഓക്കെ, ഇതേപോലെ ഉഷാറായിട്ട് പോട്ടെ. ഓക്കെ, എല്ലാം ഓക്കെ ആവും കേട്ടോ. ഹൃദയമുരളിയിലൊഴുകിവാ യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയില. പറയണ കേക്ക് രഞ്ജിനി, ഞാൻ പറയുന്നേക്ക് ഭാര്യയും ഭർത്താവുമ്പോ അങ്ങനെ പല വിഷയങ്ങളുണ്ടാവും. നിന്റെ ആങ്ങളെ ഒറ്റ ഒരുത്തനാണ് നമ്മളെ വിഷയം ഡിവോഴ്സിന്റെ വക്ക് വരെ എത്തിച്ചത്. ഞാൻ തന്നെ ഇവിടെ നിപ്പോണ്ട്. നീ വരുന്നുണ്ടോ? നിന്റെ ആങ്ങളെയോ? വരാൻ പറ, വന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അപ്പൊ ഒറ്റ ഒരുത്തനാണ് എന്നെ ഈ വഴിവെക്കിൽ എത്തിച്ചത്. വരട്ടെ, നിന്റെ ആങ്ങളെ വരട്ടെ. ചെയ്യാനാന്ന് പറയാ. എത്ര നേരം എന്നും പറഞ്ഞാ ഞാൻ ഈ കുഞ്ഞും കൂടെ ആ ജംഗ്ഷനിൽ നിൽക്കുന്നത്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയ ആളാ. എവിടെ പോയി കിടക്കുന്നത് എന്തോ. വായി നാക്കില്ലേ? ആ ഉണ്ടല്ലേ. എന്നാ വാ തുറന്ന് എന്തേലും പറ, ഇളിച്ചോണ്ടിരിക്കാതെ. എന്റെ പരിചയമില്ലാത്തൊരാടത്ത് അങ്ങനെ പെട്ടെന്ന് കയറി മിണ്ടാൻ പറ്റൂലല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ പരിചയപ്പെടുന്നത്. അതെ, പിന്നെ അതെ, എന്റെ പേര് അനി. നാട്ടിൽ ആൾക്കാർ വിളിക്കുന്ന ആടനീന്നാ. കറക്റ്റാ. അതെ, പേരെന്താ? എന്റെ പേര് മിനി. ഹായ് മിനി, അനി. നമ്മളിവിടെ ഒരു പരിചയം പോലെ അല്ലേ? അതെ, അതെ. എന്ത് ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. കൈ കുഞ്ഞുണ്ടല്ലോ, പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞത്? അതല്ല പറഞ്ഞത്, ഇവിടെ നിൽക്കുന്നത് വേറൊരു കാര്യമായിട്ട്. മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. മുഖം നോക്കാനൊക്കെ അറിയാമോ? അതൊന്നും പറഞ്ഞോ. പക്ഷെ ചില പെമ്പിള്ളാരെ കണ്ടെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കും. വായി നോക്കി. പെങ്ങളെ ഒന്നും തോന്നരുത്. ഞാൻ ഇങ്ങനെ പല ആൾക്കാരുടെ കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി നോക്കും. പകല് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, രാത്രി നോക്കുവാണെങ്കിൽ കട്ടിട്ട് അടി കിട്ടും. കിട്ടിയിട്ടുണ്ടെന്ന് പലതവണയാ. അതായത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കയറി അങ്ങ് കുശലം ചോദിക്കും. ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും എപ്പോഴും. വീട് പുനലൂര് തൂക്കുവാലല്ലേ, അതിന്റെ താഴെയായിട്ട് വരും. അച്ഛന്റെ പേര് സുകുമാരൻ, അമ്മയുടെ പേര് മല്ലിക. അവരുടെ അല്ല, മല്ലിക സുകുമാരന്റെ പൃഥ്വിരാജല്ലേ? അങ്ങനെ സിനിമക്കാരെ മാത്രമേ അറിയത്തുള്ളൂ. സത്യം പറയല്ല, ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ഇവിടെ ഒരു അടുത്തൊരു കല്യാണ ഫംഗ്ഷന് വന്നതാണേ. വന്നതാ? പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് മാറിപ്പോയി. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നോ? എന്താ? ഭർത്താവിനെ തമ്മിൽ മാറിപ്പോയി എന്ന് പറഞ്ഞു. അയ്യോ, അതല്ല പറഞ്ഞത്, ഹസ്ബൻഡ് മാറിപ്പോയി. അടിക്കാനോ? ആ, ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒന്നും തോന്നരുത്. എന്താ? ആ ബാറിലോട്ട് പോയിട്ടെ എന്റെ ഹസ്ബൻഡ് നീല കളറാണേ. പൊന്മാനാണോ? അതല്ലെന്ന്, നീല കളറിൽ കളങ്കളം ഇട്ട ഷർട്ടാണ്. നീല കളറിൽ കളങ്കളങ്ങൾ ഇത് എങ്ങനെ പറഞ്ഞൊപ്പിക്കുന്ന എനിക്ക് പറ്റുന്നില്ല. നീല കളറുള്ള കളങ്കളം ഷർട്ട് ഇട്ട ആളാണ് ഭർത്താവ്. അതെ, ഒന്ന് പോയി ഒന്ന് വിളിച്ചോണ്ട് വരുമോ? ഞാൻ അങ്ങോട്ട് പോയേനെ. ഞാൻ അതിനെക്കാട്ടി ഭയങ്കര പ്രശ്നത്തിലാ. ഞാനും ഭാര്യയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടാക്കിയിട്ട് എന്റെ അളിയൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കാണാൻ. അപ്പൊ ഞാൻ ബാറിലൊക്കെ പോണത് വളരെ മോശമല്ലേ. അളിയനോട് വന്നിട്ട് അളിയൻ വന്നിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കും. അതെന്താ ഇങ്ങനെ പതുക്കെ പറഞ്ഞത്? ഒത്തുതീർപ്പല്ലേ, ഇപ്പൊ ആരും കേൾക്കരുത്. ഒത്തുതീർപ്പാക്കും. ഓ, സാധാരണ അളിയന്മാര് ബാറി ഇരുന്നിട്ടാണ് കാര്യങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ വഴക്കായി മാറും. ഞാൻ ഈ കുഞ്ഞുമായിട്ട് എങ്ങനെയാ പോകുന്നത്? അതുകൊണ്ട് ഒന്ന് പിടിക്കുവോ? ഞാൻ ഒന്ന് നോക്കിട്ട് ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ. അഥവാ കുഞ്ഞ് കരയുവാണെങ്കിൽ ഒരു താരാട്ട് പാട്ടൊക്കെ പാടിക്കൊടുത്തേക്കണം. ഇതെങ്ങനെ, ഫാസ്റ്റ് സോങ് ആണോ മെലഡി ആണോ? ഫാസ്റ്റ് എന്ന് പറഞ്ഞാ അറിയത്തില്ല. മെലഡി എന്ന് അത് പറഞ്ഞാ പണ്ടേ അറിയത്തില്ല. എന്റെ ദൈവമേ, ഒരു താരാട്ട് പാട്ട് ഇപ്പം അച്ഛന്റെ പൊന്നേ അച്ഛന്റെ പൊന്നേ എന്ന് പാടിയാലുണ്ടോ ഇവൻ മിണ്ടത്തില്ല. ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന്റെ പൊന്നേ കേട്ട പൊന്നേ അത് കുഞ്ഞിനോടാ. കുഞ്ഞിനോടാണല്ലേ? എന്റെ പൊന്നു മങ്ങളെ, നീ ധൈര്യമായിട്ട് ഞാൻ വെയിറ്റ് ഷർട്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. നിന്റെ ഭർത്താവ് ആവശ്യമില്ലാത്ത വിനയമൊക്കെ വാരിക്കോരി കയ്യും കെട്ട് നിൽക്കുകയാണ്. അവന്റെ കള്ള അഭിനയമാണ്. നിങ്ങളെ രണ്ടുപേരും കൂടെ ഒരുമിപ്പിച്ചിട്ട് ഈ കാർഗിൽ പുരുഷോത്തമൻ ലീവ് കഴിഞ്ഞ് മിലിറ്ററിയിലോട്ട് പോവുള്ളൂ. അനിയലിയ, ആവശ്യമില്ലാത്ത ബഹുമാനമൊന്നും വേണ്ട. കയ്യൊക്കെ കെട്ടി നിൽക്കുന്നു. അത് ചുമ്മാ കൈ അടിച്ചിട്ടൂടെ? അടിച്ചിട്ടാ താഴെ പോവും. എന്ത് വെപ്പ് കയ്യായിരുന്ന? അതല്ല, എന്റെ കൈ കുഞ്ഞുണ്ടോണ്ടാ. കൈക്കൊള്ളുണ്ടോണ്ടാ? കൈ കുഞ്ഞുള്ളോണ്ടാ. രണ്ടെണ്ണം എനിക്ക് തരുമോ? എന്തുവാ? കുഞ്ഞെള്ളുണ്ടാ? ഞാൻ കഴിച്ചിട്ടില്ല കുഞ്ഞെള്ളുണ്ടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മഞ്ഞെള്ളുണ്ടാണോ? ആള് തികയാതായപ്പോഴെങ്ങാണ്ട് പട്ടാളത്തിൽ കയറ്റി റിക്രൂട്ട്മെന്റിന്. അല്ലാതെ ഇങ്ങനെ പറയൂല അളിയൻ. ആണ്ട് ഇതൊരു കുഞ്ഞ് എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാ. അയ്യോ കൊച്ച്, എന്തു കളിയാ? ഞാൻ കൊച്ചു പിള്ളേരെ കണ്ടാലും സല്യൂട്ട് ചെയ്തു പോവും. കണ്ടോ, ഇള്ള കുഞ്ഞിന്റെ അടുത്ത് അവന്റെ ജോലിയുടെ പവർ കാണിക്കുന്നുണ്ട്. ഇത് റിക്രൂട്ട്മെന്റ് ഒന്നും അല്ല, ഇത് ഇവ ഒളിച്ച് കേറിയത് തന്നെ ഇതിന്റെ അകത്ത്. അനിയലിയ, ഇത് ഏത് കൊച്ചെന്ന് പറഞ്ഞില്ല? ഇത് ഫ്രണ്ടിന്റെ കൊച്ച്. ഏത് ഫ്രണ്ടിന്റെ കൊച്ച്? എന്റെ എല്ലാ ഫ്രണ്ടിനെ. എനിക്ക് മിനി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അങ്ങോട്ട് പോയേക്കുവാ. എവിടെ പോയി? അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അളിയന്റെ വിളച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തണം. എന്റെ പെങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അളിയൻ വരികയാണെങ്കിൽ രമ്യതയിലാക്കിയിട്ട് നേരെ അളിയനെ കൊണ്ട് വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് അളിയൻ ഒറ്റ ഒരുത്തനാണ് എന്റെ കുടുംബം ഇല്ലാതാക്കിയത്. എന്നെ ഈ വഴിത്തര്. അളിയ,
കൊച്ചിന് ആവശ്യമുള്ളത് എടുത്ത് കൊടങ്ങോട്ട്. കൊച്ചിന് ആവശ്യമുള്ളതോ? പിന്നെ കൂവക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്ന കണ്ടില്ലേ? എവിടെ കൂവക്കിഴങ്ങെന്ന്? എന്ന് വിളിച്ചാ കേട്ടില്ലേ? കൊണ്ട് കൊടങ്ങോട്ട്. തോൽവി അത് അങ്ങനല്ല. ഈ കുഞ്ഞ് എപ്പോഴും ഭയങ്കര കരച്ചിലാണെന്ന്. കരച്ചിൽ നിൽക്കില്ലല്ലേ? എന്റെ വീട്ടിലെ പിള്ളേരായിരുന്നെങ്കിൽ കൊച്ചുകുട്ടികൾ ഇങ്ങനെ കരയുമ്പോ ഞാൻ തോക്കെടുത്ത് അങ്ങോട്ട് ഒരു തോക്കെടുത്തിട്ട് എന്തോ നീ കുറെ ഉണ്ടകൾ വാരി അതിനകത്ത് ഇട്ടിട്ട് കൊച്ചിന്റെ ചെവിയിൽ അടുത്ത് വെച്ച് ഇങ്ങനെ കിലുക്കി കാണിക്കും. തോക്കുണ്ടോ? ഇല്ല. അപ്പൊ കൂടുതലിട്ട് കിലിക്കണ്ട, അങ്ങോട്ട് പോ. കൊച്ചു ദൈവം, കുഞ്ഞ് കരച്ചിലും മറന്നില്ല. അച്ഛന്റെ പൊന്നേ, അച്ഛന്റെ പൊന്നേ, അച്ഛന്റെ പൊന്നേ. കൊച്ചു കരച്ചിൽ നിർത്തിയത് അത് അച്ഛന്റെ പൊന്നേന്ന് പറയണം. അപ്പൊ ആരെ കൊച്ചത്? ഫ്രണ്ടിന്റെ. പിന്നെ എങ്ങനെ അളിയൻ പറഞ്ഞപ്പോ കരച്ചിൽ നിന്നത്? ഫ്രണ്ടിന്റെ അച്ഛന്റെ കുഞ്ഞെ ചെവി കേട്ടൂടെ അളിയ? അങ്ങനെ പറഞ്ഞതല്ലേ? ശരി, ഞാൻ വിചാരിച്ചേ തെറ്റിദ്ധരിച്ചു. ഓ മിനി വന്നല്ലേ? അതെ, കണ്ടില്ല അവിടെ. കണ്ടില്ലേ? കണ്ടില്ല. എന്നാ കുഞ്ഞിനെ പിടി. അല്ല, അതാരത്? അതെന്റെ അളിയൻ. ആണോ? അളിയന്റെ വീട് എവിടാ? അളിയന്റെ വീട് അങ്ങ് ചെട്ടികുളങ്ങര. ചെട്ടികുളങ്ങര. ഒരു മിനിറ്റ്, ചെട്ടികുളങ്ങര പുള്ളിക്ക് ജോലിയുണ്ടോ വല്ലതും? പുള്ളി മിലിറ്ററിയിലായിരുന്നു. ആണല്ലേ? ഒന്ന് പിടിച്ചേ. ഇതെന്തോ ഇത്? ഈ പുള്ളിയുടെ അച്ഛന്റെ പേര് രാമചന്ദ്രൻ എന്നാണോ? ഉറപ്പല്ലേ? അങ്ങോട്ട് പിടി, അങ്ങോട്ട് ഞാൻ മേടിക്കാം. അങ്ങോട്ട് ചേട്ടാ, ഞാൻ ഇയാളുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടില്ലേ? എപ്പോ പറഞ്ഞു? യോ, നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ നമ്മുടെ കുടുംബം തൊലഞ്ഞു. നമ്മുടെ കല്യാണോ? അതേ, ആ കുടുംബക്കാരിലെ ഏറ്റവും മൂത്ത മോനാണ് ഇയാള്. എന്തോ കളിയാ കേക്കണത്? എനിക്കറിഞ്ഞൂടാ. എന്റെ സഹോദരിയെ നിന്നെയായിട്ട് രമ്യതപ്പെടുത്താൻ വന്നപ്പോ കേട്ട വാക്കുകൾ കണ്ടോ? എന്താ കിടന്ന് പരതുന്നുണ്ടോ? എന്റെ പൊന്ന് സുനിയേട്ടാ, ഇയാളെ ദ്രോഹിച്ചു. അനിയെങ്കി അനി പ്രശ്നം വന്ന് നിൽക്കുമ്പോ തിരുത്താൻ നിക്കരുത്. ഇങ്ങനെ ദ്രോഹിച്ച കയ്യും കണക്കുമില്ല. അതൊക്കെ പോട്ട്, നീ എന്തിനാ എന്നെ ചേട്ടാന്ന് കടന്ന് വിളിക്കുന്നത്? പിന്നെ ഭർത്താവിനെ ചേട്ടാന്നല്ലാതെ പിന്നെ എന്തോ വിളിക്കാനാ? ചുമ്മാ അളിയ ഒരു കാര്യം, കൊച്ചിനെ പിടി. ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഇയാളോട് സംസാരിച്ചിരിക്കണ്ട. അത്രയും ദ്രോഹിച്ചിട്ടുണ്ട് ഇയാളും ഇയാളെ തന്തൈ. അളിയ ചുമ്മാ കള്ളം പറയണേ, എനിക്ക് ഈ പെണ്ണിനെ അറിഞ്ഞൂടളിയാ. അറിഞ്ഞൂടെന്നോ? ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്നു കൊച്ചിനെ തന്നതാ. സുനിയേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. അനിയേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. എന്റെ അമ്മായിമ്മയുടെ പേരറിയാമോ? മല്ലിക. അമ്മായിച്ചന്റെ പേരറിയാമോ? സുകുമാരൻ. അളിയ, ഇത് വന്നപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അളിയ. അതെ, പെണ്ണ് കണ്ട സമയത്ത് ആദ്യം പറഞ്ഞ കാര്യ ചേട്ടൻ ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. അങ്ങനായിരുന്നു. അയ്യോ, അങ്ങനൊന്നും ഇല്ല. കള്ളത്തരം പറയാതെ. കള്ളി എന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് വിളിക്കുക. മിനി കള്ളം പറയണയാ. മിനി സ്നേഹം. പേരെങ്ങനെ മനസ്സിലായി? ആദ്യം കണ്ടപ്പോ പറഞ്ഞത് അതാ. മിനി സ്നേഹം കൂടുമ്പോ വിളിക്കുന്നത്. അളിയ അങ്ങനൊന്നും ഇല്ലളിയ. ഞാൻ എന്റെ പെങ്ങളെ വിളിച്ചു പറയാം. അളിയ അങ്ങനൊന്നുമില്ല. കുഞ്ഞിനെ പിടിയളിയ. പിന്നെ കണ്ടവന്റെ കൊച്ചിനെ എടുത്ത് എന്റെ കൈ തന്നിട്ട് പിടിയളിയാ. കുഞ്ഞു ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലതാണ് അളിയ. അളിയനെ താണ്ട കൊത്തി വെച്ചേക്കണ്. പിന്നെ കൊത്തി വെച്ചേക്കണ്. മരം കൊത്തിയല്ലേ? നിനക്ക് എന്താണ് കളി? തന്നെ നോക്കളിയാ, അളിയനെ പറിച്ച് വെച്ചേക്കണ്. നോക്ക്. സ്വന്തം അച്ഛന്റെ കൂട്ടല്ലേ? ഒന്ന് മിണ്ടായി. കൊച്ചിനെ പിടി. ഞാനെന്തിനു പിടിക്കണം? നിന്റെ കൊച്ചിനെ പിടിയടി. നമ്മുടെ കൊച്ച്. എനിക്കറിഞ്ഞൂടാ. കൊച്ചിനെ എടുത്തോ? എനിക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടാക്കി എനിക്കും വേണ്ട. കുഞ്ഞ് അവിടെ തന്നെ കിടക്കട്ടെ. അളിയ, പട്ടിയും പൂച്ചയൊക്കെ ഇറങ്ങി നടക്കണ റോഡാണ്. ഇപ്പൊ ഫിക്സ്. എന്തുവാ ഫിക്സ്? അളിയന്റെ കൊച്ചി. എങ്ങനെ? എന്റെ പെങ്ങളെ വിളിച്ച് പറയട്ടെ. അയ്യോ അളിയാ, പോവല്. എല്ലാം കൈവിട്ട് പോയേ. ഒരേ ഒരു കാര്യം, ഒറ്റ കാര്യം ചോദിക്കുക. എന്താ? നിനക്കെന്ത് കിട്ടി? ഈ നടുറോട്ടി വെച്ച് എന്റെ കുടുംബം തൊലച്ചപ്പം നിനക്ക് എന്തോ കിട്ടിയെന്ന്. അതൊക്കെ ഞാൻ പറയാം. കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞെത്തില്ല. നീ അല്ലേ പറഞ്ഞത് എന്റെ കുഞ്ഞ്? ഇത് ആണടി, ഇത് എന്റെ കുഞ്ഞാടി. അല്ല, നിന്റെ കുഞ്ഞാ. ഇത് എന്റെ കുഞ്ഞ, ഇത് എന്റെ കുഞ്ഞ്. കണ്ടല്ല, എല്ലാം കണ്ടല്ല. കണ്ടാ മക്കളെ പറയണ കേട്ടാ, അവന്റെ കൊച്ചാണെന്ന് തെളിവ് വന്നാ. കാണടാ കണ്ട. അല്ല, അവന്റെ ഭാര്യ കണ്ട. നോക്ക് കണ്ട. എടാ, ഒരു ഫ്രെയിമിൽ പോലും നിമിസാവരുത്. കണ്ട. ചേട്ടാ, ഈ വീഡിയോ എനിക്കൂടെ ഒന്ന് സെൻഡ് ചെയ്യണേ. അല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ഫാമിലി സോഷ്യൽ മീഡിയയിൽ ഇട്ടുവനെ ഞാൻ നാറ്റി. രഞ്ജിനി ചുമ്മാ പറയണടി, ഇവിടെ വന്ന് പെട്ടുപോയതാടി. അളിയൻ പറയണൊന്നും വിശ്വസിക്കല്ലടി. അയ്യോ, രഞ്ജിനി എടുത്ത് പറയും അവക്ക് വേറെ ചെറുക്കനെ നോക്കുന്നുണ്ട് ഞാൻ. അയ്യോ നോക്കല്ലടി, എനിക്ക് രഞ്ജിനി അല്ലാതെ വേറെ ജീവിതമില്ല. നീ വേറെ ചെറുക്കനെ നോക്കടി. നീ ഇതെവിടെ പോണ്? ഞാൻ എന്റെ വീട്ടിലോട്ട് പോന്നു. അളിയ ഇതുവഴി പോയി ദാണ്ടാപ്പോൾ അതുവഴി പോകുന്നു. എന്റെ പൊന്ന് ചേട്ടന്മാരെ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം വല്ലവന്റെ കുടുംബത്തിലേക്ക് എത്തി നോക്കാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടെല്ലാം എടുത്തു വെച്ചു. ബിജു, സുധീഷ്, സുമി, നമുക്ക് ഇവിടെ ഫ്ലോറിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളവിടെ ചെയ്യുന്ന സാധനം രജിസ്റ്റർ ആണെങ്കിൽ ഇവിടെ കാണുന്ന ഒരു ഓഡിയൻസിൻ്റെ ഒരു ഐഡിയ ഉണ്ട്.
ആ കൈയടി നല്ല കൈയടിയായിരുന്നു. അതുകൊണ്ട് എനിക്കും തോന്നുന്നു അല്ലേ? അപ്പോൾ എൻ്റെ തോന്നലല്ല, ഒരു നല്ല സ്കിറ്റ് കാണാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ നമുക്ക് സാധാരണ ഈ പറയുന്ന പോലെ ഒരു ചില സിനിമയിലെ രംഗങ്ങൾ പോലെ ഈ പക്കാ സ്കിറ്റ് അല്ലാതെ ഒരു സാധനം, ഒരു മെസ്സേജ് പോലൊക്കെ ഒരു സാധനം കൊടുത്തു നിങ്ങൾ 3 പേരും നന്നായിട്ട് പ്ലേ ചെയ്യുമെന്നുള്ളതാണ്. കാര്യം ഇതിനകത്ത് ഒരുപാട് കൗണ്ടറിൻ്റെ അല്ല, ഒരു കളിച്ച സാധനം നിങ്ങൾ വളരെ ഷോർട്ടാക്കി അത്യാവശ്യം കൗണ്ടറുകളൊക്കെ ഇട്ട് ഒരു ചെറിയൊരു സ്കിറ്റ് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയാം. കാര്യം നിങ്ങളെ സംബന്ധിച്ചോളം നല്ല ആർട്ടിസ്റ്റുകളാണ്. ഇവിടെ ഓരോ സ്കിറ്റുകൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരും കൂടെയാണ്. പെർഫോമൻസ് ബേസിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു വലിയ സന്ദേശം കൂടി അവസാനം സുധീഷ് പറഞ്ഞൊരു വലിയ മെസ്സേജാണ്. നമ്മുടെ ലൈഫിൽ ആദ്യം നമ്മുടെ കാര്യം നോക്കിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടാവൂ എന്നുള്ളതാണ്. അപ്പം ഇനിയും നല്ല നല്ല സ്കിറ്റുകൾ ചെയ്യുക. 3 പേർക്ക് വളരെ താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, നല്ല സ്കിറ്റായിരുന്നു. ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിക്കാനൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ എന്താണ് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നൊരു സമയമാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ആരെയാണ് വിശ്വസിക്കാവുന്നത്, ആരെയാണ് വിശ്വസിക്കേണ്ടാത്തതെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം അങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ പത്രം എടുത്ത് നോക്കിയാലും ഓൺലൈനിൽ നോക്കിയാലും എല്ലാം കാണുന്നത്. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു സ്കിറ്റ് ചെയ്തത്. പക്ഷേ എനിക്കൊരു അഭിപ്രായം ഉള്ളത്, ഈ സുമിയും സുധീഷും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. കാര്യം സുമി ഇത് ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഇല്ലാതായി പോവാണ് സുമി ഇങ്ങനെ ചെയ്യാനായിട്ട്. മനസ്സിലായില്ല, സുമി എന്തിനാണ്, സുമി വളരെ ജെന്യൂനായിട്ടുള്ള ലേഡിയാണ്, ഒരു കുട്ടിയായിട്ട് വന്നിട്ട് എന്തിനാണ് ഇയാളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം. തമാശന് ലോജിക്കൊന്നും ഇല്ല, നമുക്കിവിടെ അങ്ങനെ വലിയ ലോജിക്കിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും അങ്ങനൊരു കാര്യം കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടിയാണ് ഇതിന്. അതർവൈസ് ചിരിക്കാനൊക്കെ അത്യാവശ്യം കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബിജുവിൻ്റെ പട്ടാളം കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബിജുവിൻ്റെ ഗെറ്റപ്പൊക്കെ ഈ പറയുന്ന പോലെ എല്ലാ സ്കിറ്റിലും എന്ത് ഗെറ്റപ്പിൽ വന്നാലും യോജിക്കുന്ന ഒരാളാണ്. അത് ഈ ഒരു സ്കിറ്റിൽ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്കിറ്റായിട്ട് തന്നെയാണ് തോന്നിയത്. സുമിയുടെ ഒരു സ്ഥിരം ഒരു പൂണ്ട വിളയാടലുണ്ട്, ഒരു ഭയങ്കര ഒരു കളിയുണ്ട്, അതിങ്ങോട്ട് ഈ ഇതിൽ കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ ആ ക്യാരക്ടറിന് പറ്റുന്നൊരു ഇത് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒരു കണക്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ എന്നുള്ളൊരു സാക്ഷനാണ് എനിക്കുള്ളത്. നന്നായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ നമുക്ക് മൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോജിക്കിൻ്റെ ഒരു പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. തമാശയ്ക്ക് ലോജിക്ക് ഇല്ലെങ്കിൽ പോലും അതൊരു കാര്യമില്ലാത്തൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങളുടെ കളിയുടെ ആ ശൈലിയും ഈ സാധനത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ കൊണ്ടുപോയതിൻ്റെ ഒരു മുഖം മാത്രമേ ഉള്ളൂ. തമാശയുടെ പോരായ്മകളും കുറവും ഉണ്ട് ഇതിൽ. പക്ഷേ നിങ്ങൾ 3 പേരും നല്ല രീതിയിൽ അത് കളിച്ച് ഉള്ളത് വെച്ചു, ഈ ലോജിക്കിൻ്റെ പ്രശ്നം ഒഴിച്ച്. അപ്പോൾ ഇതൊന്നും പോരാ, നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഗംഭീരമാകണം. ഈ ചിരിയൊന്നും അല്ല ഓഡിയൻസിൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ ഇതിലും അപ്പുറമുള്ള ചിരി. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യമാണ് ചെയ്യാനായിട്ടുള്ള ഒരു മനത്തൻ്റെ ഇടം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തണം. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിൽ നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ല റിഹേഴ്സൽ വേണം. ഇതിൽ ഇച്ചിരി റിഹേഴ്സലിൻ്റെ ഒക്കെ ഒരു പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പം അതൊക്കെ അടുത്ത പ്രാവശ്യം മാറ്റി നല്ല വൃത്തിയുള്ളൊരു സ്കിറ്റുമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രതിദേട്ട എത്ര മാർക്ക്? ഞാനൊരു 8000 രൂപ. ഓക്കെ, ഞാനൊരു 10,000 രൂപ കൊടുക്കും. അപ്പോൾ ടോട്ടൽ 11,000 രൂപയായിട്ടുണ്ട് നസീർക്ക. ബാക്കിയുള്ള ചെലവിനുള്ളത് ഓക്കെ, എമൗണ്ട് 30,000 രൂപ. ഓക്കെ, ഉഷാറായിട്ട് പോയിട്ട് വരൂ. അടുത്ത സ്കിറ്റിൽ വലിയ എമൗണ്ടിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഹലോ. എടാ ഞാനേ ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ പനന്തോട്ടത്തിലാടാ. ഇവിടുന്ന് കള്ളിയെത്തി കുടിക്കണ്. ഇല്ല, എൻ്റെ ഷെയർ ഇടാനില്ല സുഹൃത്തെ. വേണ്ട ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ലെന്നേ. നേരെ കള്ള് തീരുമ്പോൾ നേരെ പനയിലേക്ക് കയറുന്നു, ചെത്തുന്നു ഇറക്കുന്നു. ഉഗ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പനങ്ങൾ കുടിച്ച് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ തന്നെ കേട്ടാ. കുറച്ച് കേട്ടാ തിളങ്ങുന്ന മിഴി ചുവക്കുന്നു വനവഴി താരനിറയേ ഇറങ്ങുന്നു മൃതിഭയം ആകിയവൾ പകൽ പാതിരകളിൽ ഇറങ്ങുന്നു മൃതിഭയം ആകിയവൾ പകൽ പാതിരകളിൽ. അയ്യേ വേണമെന്നാ ഒരുത്തരം ഇത്തിരി കള്ളമുണ്ടെങ്കിൽ ചെത്തിക്കൊണ്ടുവരാൻ ചോദിക്കാനായിട്ട് വന്നിരിക്കണം. ഇത് ഞാൻ ഒപ്പിച്ച പാടെ എനിക്കറിയാം.
ഞാൻ യക്ഷി. അത് കണ്ടപ്പോഴേ തോന്നി എച്ചിയാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ യാതൊരു ഉൾപ്പില്ലാണ്ട് ഞാൻ കൊണ്ടുവന്ന ആള് ചോദിക്കുവാ. എനിക്ക് വേണോ? എനിക്ക് നിന്റെ ചോര വേണോ? ചോരയില്ല എനിക്ക്. ഇതെന്താടാ നിനക്ക് ചോരയില്ലാത്തെ? എന്റെ ഞരമ്പില്ലേ കോർപ്പറേഷൻ പൈപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കെ 2 തുള്ളി വന്നാ വന്ന. എനിക്ക് ചോര വേണം. എനിക്ക് ചോര വേണം. ഞാൻ ബ്ലഡ് ബാങ്ക് നടത്തുന്നുണ്ടോ? ചോര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീയല്ലടാ ഈ കാമ്പി വരയിലെ കള്ള് മുഴുവൻ ചെത്തി കുടിക്കാൻ നീയല്ലടാ. പിന്നെ പനയെ കയറി കള്ളി എത്താണ്ട് പിന്നെ മാവേ കയറി എനിക്ക് ചെത്തി എടുക്കാൻ പറ്റുമോ? ഇതെന്റെ ആവാസ സ്ഥലം. ഇനി ഒരു പനയിൽ കയറി നീ കള്ള് ചെത്തില്ല. ചെത്തുവോ? ഇല്ല. ചെത്തിയാ നിന്റെ ചോര ഞാൻ ഊറ്റി കുടിക്കും. ചെത്തില്ല, ഞാൻ ചെത്തില്ല. എന്നെ വിട്ടേക്ക്. സത്യമാണോ? സത്യമാണ്. എന്നാ തലയെ തൊട്ട് സത്യടാ. സത്യം ഞാൻ ഇനി വരില്ല, ഒരിക്കലും വരില്ല. എന്റെ തലയല്ല, പിന്നെ നിന്റെ അമ്മയുടെ. അമ്മേനെ വിളിക്കല്ലേ, അത് പാവമാണത്. കള അമ്മയുടെ തല തൊട്ട് സത്യടാ. അതിന് അമ്മ വീട്ടിലിരിക്കുന്നു. വീട്ടിലേക്ക് നടക്കേ. നിന്റെ അമ്മയുടെ തല തൊട്ട് സത്യട്. സത്യം കാണി നീ തെറ്റിച്ചാ നിന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും ചോറ് ഞാൻ ഊറ്റി കുടിക്കും. മതി പോവാം. ഞാൻ ഒന്ന് ചേർന്നു വിട്ടേക്ക്. വെച്ചോ. ഒന്നുമില്ല. എനിക്കറിയില്ല നിനക്ക് എന്താ പറ്റിയെന്നുള്ളത്. എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്റെ ചേട്ടൻ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തല്ലയോ? ഡാൻസ് പ്രാക്ടീസ് ചെയ്തല്ലോന്ന്. എന്ത് കാര്യത്തിന്? ഞങ്ങളുടെ സ്കൂളിന്റെ റീയൂണിയൻ വരുന്നുണ്ടേ. അപ്പൊ എന്റെ അടുത്ത് യമുനെ മറ്റേ ഗംഗെ രാധാമണിയൊക്കെ ഇല്ലേ, അവളുമാരൊക്കെ പറഞ്ഞു പണ്ട് ഞാൻ ഭയങ്കര ഡാൻസർ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്റെ ഡാൻസ് ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് പറഞ്ഞു. പൊടി തട്ടി ഡാൻസ് കളിക്കണമെന്നില്ലടി, എവിടെയെങ്കിലും അടിച്ചടിച്ചൊന്ന് കുളിച്ചാ മതി. ഞാനൊരു കാര്യം പറയട്ടെ, റീയൂണിയൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലത്തൊന്ന് കയറണേ. ഒന്നും ഇല്ലാത്തടത്ത് ഞാൻ വരികയില്ല. അയ്യോ, ഒന്നും ഇല്ലാത്തടത്തൊന്നല്ല, ഇല്ലത്ത് എന്റെ തറവാട്ടിലൊന്ന് കയറണേ. ഞാൻ തറവാട്ടി വരാം, പക്ഷെ ആ തറയോട് പറഞ്ഞേക്കണം എന്റെ മുമ്പിൽ കണ്ടുപോരെന്ന്. എന്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരെ ഞാൻ പലതും ചെയ്യും. എനിക്ക് സ്ത്രീധനം തരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച് തലേ വെച്ച് തന്നിട്ട് അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ. എന്റെ അച്ഛൻ ശ്രീധരനായിട്ട് ഒരു പെട്ടി നിറയെ സ്വർണവും പൈസയൊക്കെ ആയിട്ട് ഈ വീടിന്റെ വാതിക്ക് വരെ വന്നതല്ലേ. അപ്പോഴല്ലേ ശ്രീധരൻ നിരോധനം വന്നേ. ആ പേരും പറഞ്ഞ് മക്കളങ്ങനെ നൈസ രക്ഷപ്പെട്ടു അല്ല ചേട്ടാ, ശ്രീധരനല്ലേ ധനം. പിന്നെ ശ്രീധരനാണോ ധനം? ശ്രീധരൻ ധനോന്നാണോ? ശ്രീധരനല്ലേ ധനോന്ന് ആണോ? ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം ചിട്ടി പൈസ കൊടുക്കണ്ടേ? കുറച്ച് ധനം എടുത്തതാ. അല്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഉള്ളൂ. എന്തിനാ അങ്ങനെ പറയണത്? ചേട്ടാ അതൊന്നും അല്ലല്ലോ. കൈ കഴിയില്ലേ ജോലിയിട്ട്? ഇടയ്ക്ക് കയറ്റി വെച്ചേക്കോ. അങ്ങനെ ചേട്ടാ, ഞാനേ നല്ല ഒന്നാന്തരം ഒരു ആങ്കൊച്ചിനെ ചേട്ടന് തന്നില്ലായിരുന്നോ ചേട്ടാ? അപ്പൊ എനിക്ക് റോളില്ലേ? ചേട്ടന്റെ അല്ലേ? ഞാനെന്താ ആശുപത്രി വാദിക്കുന്ന കൈ കിട്ടി മേടിക്കണം മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ ചേട്ടന്റെ അല്ലേ? എന്റെ അല്ലേ? ആണ്. പിന്നെ നീ എന്നാ പറഞ്ഞത്? നീ എന്നാ പറയണം, എനിക്ക് മനസ്സിലാകണില്ല. എന്റെ ചേട്ടൻ നല്ലൊരു മോനെ തന്നില്ലേ? അവൻ നമ്മൾ പറയുന്ന എല്ലാം കേട്ട് അനുസരിക്കുന്ന ഒരു പാവം കുഞ്ഞല്ലേ ചേട്ടാ. എവിടെ അവൻ? അവന് പെണ്ണ് കാണാൻ പോകേണ്ട ദിവസാ. ഞാൻ പെണ്ണിന്റെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാ. ആ വാക്കൊക്കെ അവൻ പാലിച്ചോളൂ. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിനെ അല്ലാതെ വേറൊരു പെണ്ണിനെ അവൻ നോക്കത്തേ ഇല്ല, അവൻ കെട്ടത്തും ഇല്ല. ആണല്ലോ, ഇല്ലെങ്കിൽ എന്റെ വില പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. എനിക്ക് മനസ്സിലാതെ ഓരോ കാര്യങ്ങള്. എന്താ ഇതെന്നാ ഈ കാണിക്കുന്നത്? റീയൂണിയന് പൊക്കോന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇളമ്പിന്റെ കിലുകിലുങ്ങുന്ന സ്വരമിളം കാറ്റിലിതിലെ തിളങ്ങുന്ന മിഴി ചുവക്കുന്നു വനവഴി. അയ്യോ, എന്റെ ചെറുക്കൻ പിഴച്ചേ. കണ്ടോ, ഒരു പെണ്ണിനെ വിളിച്ചു കേട്ട് വീട്ടിൽ കയറി വന്ന കണ്ടോ? അത് കൊണ്ടുവന്നപ്പോ ഒരു വിധവയെ കൊണ്ടുവന്ന കാര്യം നിനക്കൊണ്ടായിരുന്നോടാ? നീ അലറി വിളിക്കല്ലേ, അത് വിധവയൊന്നും അല്ല, പിന്നെ സിസ്റ്റർ ആയിരിക്കുള്ളൂ. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് അതിനെന്താ പറയുന്നേ? നിങ്ങൾക്കൊന്നും പറയാൻ അറിയത്തില്ല. എന്റെ പോലെ അച്ഛനമ്മ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു പെണ്ണുമായിട്ട് ഉണ്ടായിരുന്നു. അതിനെന്തോ പറയുന്നേ? 2 വൈഫ് ഒന്നുമല്ല കൊച്ച. അതിനെന്തോ പറയുന്നേ?
അവിഹിതം. നിങ്ങളുടെ അവിഹിതത്തിലുണ്ടായ കൊച്ചാണോ ഇത്? എടി ഞാൻ അങ്ങനെ അവന്റെ സിസ്റ്റർ ആണെന്നാണോ ഞാൻ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞേ? ഈ അവൻ വിളിച്ചോണ്ട് വന്നതല്ലേ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ നേഴ്സ് ആയിരിക്കും. ആ പിന്നെ അവൻ എനിക്ക് പറ്റിയ പോലെ അബദ്ധം പറ്റുമോ അവന്? എന്താ അപ്പൊ നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയേ? അല്ല ഞാനൊന്നും മൊത്തത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് പൊന്നും കൂടെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? പൊന്നിന്റെ കേസ് വിട്, കുടത്തിന്റെ കാര്യം പറ. ഞാനൊന്നും പറയണ്ട അമ്മേ. ഞാൻ എന്റെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കും തോന്നുന്നില്ല. എന്ത് പറ്റിയോ? നിമിഷ അവളില്ലാതെ അവൻ ജീവിക്കത്തില്ലെന്ന്. അവിടെ പേരാണ് നിമിഷ. ആ അതില്ലാതെ അവൻ ജീവിക്കത്തില്ലെന്ന്. അങ്ങനല്ലേ നീ പറഞ്ഞേ? അങ്ങനല്ലേ നീ പറഞ്ഞു? എന്താ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് താക്കടി കണ്ണ, താക്കടി കണ്ണ, താക്കടി കണ്ണ, താക്കടി കണ്ണ, താക്കടി കണ്ണ, താക്കടി കണ്ണ, താക്കടി കണ്ണ. എനിക്ക് ഓ ഇതൊക്കെ കേട്ടിട്ട് രക്തം അങ്ങ് തളച്ചു വരുവാ. തിളച്ച രക്തത്തിന്റെ കാര്യം ഇവിടെ പറയരുത്. ആർക്കും രക്തം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് സിറ്റുവേഷൻ. ആണ് തറവാട്ടി പറഞ്ഞു കൊച്ചാ വീടും സ്ഥലമൊക്കെ നോക്കും, ചുറ്റുപാടുകൾ നോക്കുന്നുണ്ട്. ചേട്ടാ രക്തത്തിന്റെ കേസ് പറയരുതെന്ന് പറയല്ലോ. ചേട്ടാ രക്തത്തിന്റെ കേസ് പറയാം. ഞാൻ പറയും രക്തം 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 എന്താ പറ? രക്തം രക്തം എന്താ? ഇവളെന്താണ് മിണ്ടത്തില്ല? ഇങ്ങനെ നടക്കുന്നേ. അമ്മ അങ്ങനെയല്ല, ഇവള് അങ്ങനെ മിണ്ടില്ല. പക്ഷെ ഇവള് നന്നായിട്ട് ചിരിക്കും. ചിരിക്കോ? എന്നാ ചിരിച്ചടി കേക്കട്ടെ. മതി മതി. എനിക്കൊരു മുട്ട ഇട്ടിട്ട് കുറയ്ക്കുന്ന എവിടെയൊക്കെ അവിട്ട് പോകുന്നല്ലേ? ചിരി കേക്കണോ എനക്ക്? ഇത് പിടിച്ചേട്ടാ. വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കണം. എനിക്കറിയാം എന്ത് ചെയ്യും. ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ കാണിക്കും. ഒന്നുമില്ല. എനിക്ക് എന്തായിട്ടോ ഒന്നും പറ്റാത്ത. മോളെ വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെണ്ണ് നടക്കുവാണ്. മതിയെന്ന് എന്റെ മോളെ ഞാൻ സമ്മതിച്ചല്ലോ. എടി ആത്ത റൂം തുറന്നു കൊടുക്കും. വല്ലാത്ത ശബ്ദമൊക്കെ. ആ റൂമിൽ കയറ്റി. നമ്മൾ പിന്നെ അവർ ആദ്യം ആഘോഷിക്കും. എന്റെ ചേട്ടാ പാലും കൊടുക്ക്. പഴം കൊടുക്കാൻ ഞാൻ. പഴം വേണം. പാലും പഴവും കൊടുക്ക്. പാല് കൊടുക്കുകയാണെങ്കിൽ റെഡ് ഡോക്സ് ചേർക്കണം. അവള് ചുവല കളർ ഉണ്ടെങ്കിൽ അവള് കുടിക്കുള്ളൂ. അതാ പ്രശ്നം. പറയുന്നത് എന്തോടെ കാര്യം അച്ഛനും അമ്മേനെ നടുക്ക് കിടന്ന് ഉറങ്ങിയാ മതി. എനിക്ക് ഉറങ്ങണം. അച്ഛനും ഒരേടാ നിനക്ക് തൃപ്തിയായില്ലേ? നീ ഇങ്ങനെ കിടന്നതിനാണ് നിനക്കൊരു സഹോദരങ്ങളെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇപ്പൊ നീ കല്യാണം കഴിച്ചില്ലേ? ഇനിയും ഇതിന്റെ അടക്കം ഒന്ന് നിനക്ക് കിടക്കണോ? നിനക്ക് എന്താ കാര്യം പറ. സത്യം ചെയ്യണം. സത്യം ചെയ്യണോ? എന്തോ ചെയ്യണ്ട. അമ്മ അനുഗ്രഹിക്കണം. അമ്മ അനുഗ്രഹിക്കണം. തല പിടിച്ച് കുളിക്കാതെ വിറച്ചാണോ നീ? ഞാൻ അനുഗ്രഹിച്ചു. ഓക്കെ അല്ലോ. എന്നാ പോ. ചെല്ല് സത്യം ചെയ്ത്. എന്തോ മോളെ അയ്യോ വാ മോക്ക് അമ്മയുടെ നൈറ്റ് എടുത്തു തരാമേ. ഇങ്ങനെ നിക്കണ്ട. ബാ ഏതായാലും നീ വന്ന് കേറി. ഇനി എന്റെ കൊച്ചിനോട് ജീവിച്ചിട്ട് നീ പോയാ മതി. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. നീ പെണ്ണല്ലേ? അയ്യോ ഞാൻ പെണ്ണാണ്. പക്ഷെ നിങ്ങളെ മോൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയല്ല ഞാന്. പിന്നാരടി? ഞാൻ യക്ഷി. അങ്ങനെ പോടല്ലേ. ഞാൻ യക്ഷിയുടെ വേഷം കെട്ടി വന്നതാ. ആ ഗതികേട് കൊണ്ട്. എന്തിന്? നിങ്ങളുടെ പുന്നാര മോനുണ്ടല്ലോ, അവരും കൂട്ടുകാരും ചേർന്ന് ഞങ്ങൾക്കൊരു പനന്തോപ്പുണ്ട്. അവിടെ വന്ന് കള്ളുകുടി ചീട്ടുകളി എന്റെ പൊന്നു അവിടെ നശിപ്പിച്ച് മൊത്തത്തില്. അവൻ അവിടെ എങ്ങനെയെങ്കിലും പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടി ഞാനും എന്റെ അച്ഛനും കൂടി പ്ലാൻ ചെയ്തതാ ഈ യക്ഷിയുടെ വേഷം കിട്ടി അവനൊന്ന് പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിട്ട്. അല്ലപ്പം എന്റെ മോന് ഇത് അറിയത്തില്ലേ നീ? അയ്യോ എന്റെ പൊന്നമ്മേ മോനതൊന്നും അറിയത്തില്ല. പൊട്ടനൊന്നും മോനൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മയുടെ തല തൊട്ട് സത്യം ചെയ്താൽ ആ കാര്യം വരെ കേറൂലെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ അമ്മ എങ്ങനെയെങ്കിലും പ്ലീസ്. മക്കള് പോയിക്കോ. എന്റെ അച്ഛൻ അവിടെ കാണാൻ നിപ്പുണ്ടോ? രാത്രി ഒറ്റയ്ക്ക് പോവോ? അമ്മ ഒന്ന് പറഞ്ഞു. യക്ഷിയൊക്കെയുള്ള സ്ഥലമാ, സൂക്ഷിച്ചു പോണേ. അയ്യോ പേടിയുണ്ടമ്മേ. യക്ഷിയാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകും. നോക്കിയൊക്കെ പോകട്ടോ. അമ്മ ഒന്ന് പറഞ്ഞു. ഓർമ്മ പറയാം. പറഞ്ഞില്ല എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്നാലും എന്റെ ചേട്ടൻ എന്റെ ചെറുക്കന് ഇത് എന്തോ പറ്റിയത്. സ്വഭാവം. അവളെന്തേ? അവള് പോയാന്ന്? പോയടാ പോയി. എന്റെ അച്ഛാ ഒരു സത്യം അറിയാമോ നിങ്ങക്ക്? എന്താടാ? അവള് യക്ഷിയാണ്.
എന്റെ ദൈവമേ, അവളെ യക്ഷിയാണെന്ന്, നമ്മളെ കൊല്ലാമെന്നതാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ യക്ഷിയും പ്രേതം ഉണ്ടൊക്കെ നടക്കണം. നിനക്കേണ്ടല്ല ഒരു ഒറ്റ അടിയാൻ വെച്ച് തന്നെ. എന്റെ അച്ഛൻ, ഞാൻ ഇത് ആരോട് പറയണം? അവളെ നിന്നെ ഞാൻ പൂട്ടി. പിന്നെ വെറുതെ പൂട്ടരുത്, മണിച്ചത്തായിട്ട്. അല്ലത് വേണ്ടത് പഴയ ക്ലൈമാക്സ്. ഇവരെ ഇരുട്ട് മുറിയിട്ട് പൂട്ടരുത്. അപ്പോ ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ ഒരുപാട് ചിരിച്ചു എന്നറിയാം. നമ്മളെ നന്നായിട്ട് ഇവരെ സപ്പോർട്ടും ചെയ്തു. ഒരുപാട് ഇനിയും വിശകലന യോഗത്തിന് ആവശ്യമുണ്ടോ? നാളെ കാണാം, അത്രയേ ഉള്ളൂ. നമുക്ക് പോയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.